വനത്തിലെ ജലസ്രോതസ്സുകൾ പൂർണ്ണമായും വറ്റിവരളുന്നത് ഒഴിവാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കുളങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതോടെ കാട്ടാനകൾ അടക്കമുള്ള മൃഗങ്ങൾ ദാഹമകറ്റാൻ നാട്ടിലിറങ്ങുന്നത് തടയുമെന്ന പ്രതീക്ഷയും വനപാലകർക്കുണ്ട്. മൈഗ്രേഷൻ കുറച്ച് കൂടുതലുള്ള കാരണം ഉള്ള വെള്ളത്തിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക, അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വാട്ടർ ഫില്ലിംഗ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്യുന്നത്. മറ്റേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതിലൂടെ അനിമൽ കോൺഫ്ലിക്റ്റ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. 5000 ലിറ്റർ ശേഷിയുള്ള 2 സംഭരണികളിൽ നിറച്ച വെള്ളം വനം വന്യജീവി വകുപ്പിന്റെ ലോറിയിൽ കയറ്റിയാണ് കാട്ടിലെത്തിക്കുന്നത്. ഒരു ദിവസം 3 തവണ ഇങ്ങനെ റീചാർജിംഗ് നടത്തുന്നു. കുളങ്ങളിലേക്കുള്ള വെള്ളം കാരാപ്പുഴ, ബാണാസുരസാഗർ അണക്കെട്ടുകളിൽ നിന്നാണ് ശേഖരിക്കുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിലെ ബത്തേരി, മുത്തങ്ങ, കുറിച്യാട്, തോൽപ്പെട്ടി എന്നിങ്ങനെ 4 റേഞ്ചുകളിലെ കുളങ്ങളിലും വെള്ളമെത്തുന്നു. ദുർഘട പ്രദേശങ്ങളിൽ ചെറിയ വാഹനങ്ങളിലും വരും ദിവസങ്ങളിൽ വെള്ളമെത്തിക്കും. എന്നാൽ മഴ രക്ഷയ്ക്കെത്തിയില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും വേനലിനെ തടഞ്ഞു നിർത്താനാവില്ലെന്ന ആശങ്കയും വനം വകുപ്പിനുണ്ട്. മീഡിയ 1 വയനാട്.